ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് CGL 2025 ക്ലാസ് സീരീസിൽ ബെസ്റ്റ് ക്വസ്റ്റ്യൻ സീരീസിൽ നമ്മുടെ സിമ്പിൾ ഇൻഡെക്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ വന്നിട്ടുള്ള സിമ്പിൾ ഇൻഡെക്സിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ മുന്നത്തെ ക്ലാസ്സുകളെല്ലാം ഈ ഒരു സീരീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്സിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ ക്ലാസ്സുകളെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെല്ലാം കാണാത്തവരാണെങ്കിൽ ദയവായിട്ട് അത് കണ്ട് നന്നായിട്ട് പഠിക്കുക. അടുത്ത CGL 2025 നിങ്ങൾക്കുള്ളതാണ് എന്നുള്ള രീതിയിൽ തന്നെ നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി പഠിക്കുക. ഫുൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കണ്ട് നന്നായിട്ട് പഠിക്കാവുന്നതാണ്. ഇത് ഓൺലൈൻ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. എല്ലാ എക്സാമുകൾക്കും വേണ്ടിയുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ എല്ലാത്തിനുമുള്ള ബെസ്റ്റ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഇത് ഓഫ്ലൈൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. പഠിക്കുന്നവർ നന്നായിട്ട് വർക്ക് ചെയ്യുക, സെറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ ക്വസ്റ്റ്യൻ. എക്സാം നെയിമും ഇവിടെ കാണാവുന്നതാണ്. ഓക്കെ, യെസ്. ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എൻഡ് ഓൺ 2800 at the rate of 10% per annum for 3 years is ₹6 and 17736 is the simple interest earned on 6200 at the rate of 14% for y years. The value of x by y. ഡെയിലി കാൽക്കുലേഷൻ സീക്രട്ട് ഓഫ് സ്പീഡ് മാക്സ് വീഡിയോ കണ്ടിട്ട് സ്പീഡ് മാക്സിന് സെർച്ച് ചെയ്യുക. കാണാത്തവർ അത് ഡെയിലി ചെയ്യുക. കാൽക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് വഴിയാണ് ഡെയിലി തന്നെ ചെയ്യുക. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എൻഡ് ഓൺ 2800 അറ്റ് ദ റേറ്റ് ഓഫ് 10% ഫോർ 3 ഇയേഴ്സ്. അപ്പോൾ ഇനി രണ്ട് തരത്തിലുള്ള സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത് എഴുതി ചെയ്യുന്നവർ ഇപ്പോൾ 10% റേറ്റിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. എല്ലാ വർഷവും സെയിം റേറ്റ് തന്നെ ആയിരിക്കും. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഒരു ക്ലാസ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ രണ്ട് ക്ലാസ്സിലൂടെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത്യാവശ്യം ക്വസ്റ്റ്യൻസിൻ്റെ കളക്ഷൻ കിട്ടും. പിന്നെ കോമ്പൗണ്ടേഷൻ നമുക്ക് ഇതുപോലെ ചെയ്യാം. ഇപ്പോൾ 10% ഒരു വർഷത്തിൽ കിട്ടുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ 3 വർഷമുണ്ട്. അപ്പോൾ 10% വെച്ച് 3 വർഷം എന്ന് പറഞ്ഞാൽ 30% അവിടെ ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ രൂപയുടെ 30% ആയിരിക്കും നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിൻ്റെ 30%, ഇതിൻ്റെ 10% 280 ആണ്. ഒരു നമ്പറിനെ ഒരു പോയിന്റ് മാറ്റി, ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ അത് 10% കിട്ടും. അതെല്ലാം നമ്മൾ പെർസെൻറ്റേജ് പഠിച്ചിട്ടുള്ളതാണ്. 10% 280 ആണെങ്കിൽ 30% 280 ഗുണം 3 28 3 84 ആണ്. അപ്പോൾ 840 ആയിരിക്കും നമുക്ക് എന്തെന്ന് പറയുന്നത് നമ്മളുടെ എക്സിൻ്റെ വാല്യൂ. ഇനി ഇത് പെയിൻ എടുക്കാതെ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ് ബൈ വൈ ആണ് വേണ്ടത്. 1736 ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എൻഡ് ഓൺ 6200 അറ്റ് എ റേറ്റ് ഓഫ് 14% ഫോർ y ഇയേഴ്സ്. അപ്പോൾ ഇവിടെ 14% കിട്ടിക്കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ 14% ആണ് ഇവിടുത്തെ റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പ്രിൻസിപ്പൽ എമൗണ്ടിന് ഒരു വർഷം എത്ര കിട്ടും? 14% ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നത്. ദയവായിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ആ ബേസിക് ക്ലാസ് ഒന്ന് കാണുക കേട്ടോ. നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് ദിശ അക്കാഡമി സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ ഇതിൻ്റെ 14% എന്ന് പറഞ്ഞാൽ 1%, 10% 620 ആണ്, 1% 62 ആണ്. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം. 62 ഗുണം 14 62 ആണ്. 1% 62 ഗുണം 14 62 ഗുണം 10 620, 62 ഗുണം 4 248. അപ്പോൾ ഇതിൻ്റെ കൂടെ 248 കൂട്ടുമ്പോൾ നമുക്ക് 68 868 എന്ന് കിട്ടും. 868 ആണ്, അതെ 868 കിട്ടും. അപ്പോൾ 868 കിട്ടും. അതാണ് എന്തെന്ന് പറയുന്നത് ഒരു വർഷത്തെ 14% വെച്ചുള്ള ഈ ഒരു പ്രിൻസിപ്പളിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ 1736 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് ഡബിൾ ആണ്. അപ്പോൾ ഇത് നമ്പേഴ്സ് നന്നായിട്ട് അറിയാവുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇങ്ങനെ വേഗത്തിൽ ചെയ്യാൻ പറ്റും. അല്ലാത്തവർ ഇവിടെ എഴുതിക്കൊണ്ടിരിക്കും. വൈയുടെ വാല്യൂ എന്ത് കിട്ടി? 868 വെച്ച് ഒരു വർഷം 868 ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ 2 വർഷം എത്ര ആവും? 868 ഗുണം 2 അതാണ് 1736. 800 2 1600, 68 2 176. അപ്പോൾ വൈയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ 840/2 ഓപ്ഷൻ ഡി 420 നമുക്ക് ആൻസർ കൊടുക്കാം. അപ്പോൾ ഇതാണ് എല്ലാവരും പറയുന്ന ബേസിക് മെത്തേഡ്. പക്ഷെ ഇത്രയും ഫാസ്റ്റായിട്ട് ബേസിക് മെത്തേഡ് പറയുമെന്ന് പോലും എനിക്കറിയില്ല. ഇനി ഈ ക്വസ്റ്റ്യൻ എന്താണ്? ഈ ക്വസ്റ്റ്യൻ പെൻ എടുക്കുക ചെയ്യേണ്ട പെൻ ഫ്രീ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ പെൻ ഫ്രീ എന്ന് പറയുന്നത്? അവിടെ നോക്കൂ, 2800 10% വെച്ച് 3 വർഷത്തേക്ക് ഇതിന് 30% 840. ഒരു പേനയും വേണ്ട. 1% 10% 620 ആണ്, 4% 48 ആണ്, 248 ആണ്. അങ്ങനെ 868 ഇട്ട് ഒരു വർഷം 868 ഗുണം 2 ആണിത്. അങ്ങനെ 2 വർഷം എടുക്കും ഇത്രയും ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടി. അപ്പം നമുക്ക് മനസ്സിലാവും വൈഡ് വാല്യൂ 2 കിട്ടും. 840/2 420 പെൻ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത് നിങ്ങളുടെ പ്രിപ്പറേഷൻ ലെവലിന് അനുസരിച്ചിരിക്കും. അപ്പോൾ ഇത് പേന എടുക്കാതെ ചെയ്യണമെന്ന് പറയുമ്പോൾ ചിലർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അക്സെപ്റ്റബിളും ചെയ്യാൻ പറ്റത്തില്ല. എന്താണ് ഈ ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു മൈൻഡ് ആയിരിക്കും അവർക്കുള്ളത്. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഇങ്ങനെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് കട്ട് ഓഫ് ഇത്രയായിട്ട് ഹൈയിൽ കയറി പോകുന്നത്. അപ്പോൾ പെൻ ഫ്രീ ആയിട്ട് ചെയ്യാം എന്നുള്ളൊരു തെളിവാണ്. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും ഞാൻ ചെയ്യുന്നിടത്ത് നോക്കിയാൽ മതി എത്ര ഫാസ്റ്റായിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത്. എന്തൊക്കെ മെത്തേഡുകൾ നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അത് ചേഞ്ച് എന്ന് പറയുന്നത് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക.
അതായിരിക്കും നമ്മുടെ വിജയത്തിനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് കേട്ടോ. ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മാത്സിൻ്റെ ഫുൾ സംഭവങ്ങൾ നിങ്ങൾ വേറെ എവിടെ ഒരു ഹിന്ദി ചാനലും നോക്കി പോകേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ് സാധനങ്ങളുണ്ട്. പഠിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. വർക്ക് ചെയ്യാതെ ഒരു രക്ഷയില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പല എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. അതായത് CGL തന്നെ ഡിഫറെൻറ്റ് എക്സാംസിൽ ഡിഫറെൻറ്റ് വർഷങ്ങളിൽ നടന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. A certain amount is lent at X% per annum simple interest for 3 years. Instead, if the amount was lent at 3x% per annum simple interest for y more years, then the simple interest would have been 7 times the earlier interest. What is the value of y? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന മെത്തേഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇവിടെ നോക്കേ, ഒരു certain amount, അപ്പോൾ certain amount എത്ര ആയിക്കോട്ടെ, അത് X% per annum. അപ്പോൾ P എന്ന് പറയുന്ന എമൗണ്ട് ആണ്. ഇതിൻ്റെ ബേസിക് മെത്തേഡ് ഞാൻ പറയാം. എന്നിട്ട് എങ്ങനെയാണ് നന്നായിട്ട് പഠിച്ച ഒരാൾ ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു ബേസിക് എമൗണ്ട് പി എന്ന് പറയുന്ന ഒരു ബേസിക് എമൗണ്ട്, അത് X% സിമ്പിൾ ഇൻട്രസ്റ്റ് 3 വർഷത്തേക്ക് ഇട്ടാൽ പിയുടെ X% ഇൻറ്റു 3 X% വെച്ച് 3 വർഷത്തേക്ക് ഇത്രയായിരിക്കും ഇൻട്രസ്റ്റ് കിട്ടുന്നത്. എന്നാൽ ഇതേ എമൗണ്ട് 3x%, എക്സിന് പകരം എന്താ ഇവിടെ 3x% ആയി, y മോർ ഇയേഴ്സ്, അതായത് 3 + y ഇയേഴ്സ് ആയി. അങ്ങനെയാണെങ്കിൽ ദ സിമ്പിൾ ഇൻട്രസ്റ്റ് വുഡ് ഹാവ് ബീൻ 7 ടൈംസ് ദ ഇയർലി ഇൻട്രസ്റ്റ്. എന്നാൽ ഒന്നാണ് ആദ്യത്തെ ഇൻട്രസ്റ്റ് എങ്കിൽ ഇപ്പോൾ എത്ര കിട്ടും? 7 കിട്ടും നമുക്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു കണ്ടീഷൻ വന്നിട്ടുള്ളത്. ഇതിനകത്ത് കോമൺ ആയിട്ടുള്ളത് P × X%, ഇവിടുത്തെ P × X% പോയി, 3 പോയി. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 1/3/y വാല്യൂ വന്നു, 3 + y വാല്യൂ വന്നു, 1 + 1/7. അപ്പോൾ y എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3ൻ്റെ കൂടെ എന്തോ കൂട്ടിയപ്പോൾ നമുക്ക് 7 വന്നു. y എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 4 ആയിരിക്കും. ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇനി കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് ഇത് ചെയ്യണമെന്ന് വെച്ചാലോ, ഇപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വലിയ എന്തോ ആണെന്ന് വിചാരിക്കും. ഇപ്പോൾ ഒരു എമൗണ്ട്, certain എമൗണ്ട് X% 3 വർഷം എന്നുവെച്ചാൽ 3x% ആയിരിക്കും കിട്ടുന്നത്. സെയിം എമൗണ്ട് തന്നെയാണ് 3x% അത് ക്യാൻസലായി y മോർ ഇയേഴ്സ് 3 + y ആണ് ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ 1/7 എന്നിട്ട് y വാല്യൂ എന്ന് പറയാം, 4 എന്ന് പറയാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളായിട്ട് തന്നെ ചെയ്യുക, ഒരുപാട് അതിനെ പ്രശ്നത്തിൽ ആക്കാതിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. അർച്ചന ടുക്ക് എ ലോൺ ഓഫ് ഇത്രയും രൂപ ഫ്രം എ ബാങ്ക് ഓൺ 24 January ഇത്രയും at 8.3/4% per annum simple interest and paid it back on 18 June. Find the total amount paid by Archana approximate to nearest integer. ഇപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഇപ്രാവശ്യത്തെ CGL മെയിൻസിന് 2024 CGL മെയിൻസിന് വന്ന സമയത്ത് ഒരുപാട് പേർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മിസ്റ്റേക്ക് സംഭവിച്ചു. അപ്പോൾ മിസ്റ്റേക്ക് സംഭവിച്ചത് ഈ ഒരു കാൽക്കുലേഷൻ്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ ഇത് ഇപ്രാവശ്യം നന്നായിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പോൾ ഇവിടെ നോക്കൂ, 24 January മുതൽ 18 June വരെ. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഒരു വർഷത്തിൽ 365 ദിവസമാണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? 73, 146, 219, 292. ഓക്കെ, 73, 292, 365 ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്താണ് ഞാൻ എഴുതിയ നമ്പേഴ്സിൻ്റെ ഒരു പ്രസക്തി എന്ന് പറഞ്ഞാൽ? 73 എന്ന് പറഞ്ഞാൽ 365 എന്ന് പറഞ്ഞാൽ 73 × 5 ആണ്. അപ്പോൾ 73 × 2, 219, 73 × 3, 73 × 4, 71 × 5 ആണ് എഴുതിയിരിക്കുന്നത്. 73-നെ നമുക്ക് 1/5 ഇയർ എന്ന് പറയാം. ഒരു ദിവസത്തെ, ഇത് ഡേയ്സ് ആണ്, നമ്പർ ഓഫ് ഡേയ്സ് ആണ്. അപ്പോൾ ദിവസത്തെ വർഷമാക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 365 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇത് 1/5 ഇയർ ആണ്. 146 എന്ന് പറഞ്ഞാൽ 2/5 ഇയർ ആണ്. 219 എന്ന് പറഞ്ഞാൽ 3/5 ഇയർ ആണ്. 292 എന്ന് പറഞ്ഞാൽ 4/5 ഇയർ ആണ് അല്ലേ? 292/365, 73 തൊട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 4/5 കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ, ബേസിക് ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ഓഫ്ലൈൻ ക്ലാസ്സുകളോ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളോ പഠിക്കുന്നവരായിരിക്കാം. അപ്പോൾ അവിടേക്ക് ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, 24 January മുതൽ 18 June വരെ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര മാസം ഉണ്ട് ഇത്? ഇത് ഏകദേശം നമുക്കൊരു ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ഒരു 4 മാസമുണ്ട്. 4 മാസം എന്ന് പറഞ്ഞാൽ 120, 70 കൂടുതൽ ദിവസമുണ്ട്. എന്നാൽ 200 അത്രയൊന്നും പോകത്തില്ല, 6 മാസത്തിൽ കൂടുതലില്ല. അപ്പം നമ്മുടെ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏകദേശം 146 ആയിരിക്കും. അത് ആ ഒരു ഐഡിയ കിട്ടുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം? വർഷം എന്ന് പറഞ്ഞാൽ 146 ദിവസമാണ്, 2/5 ഇയർ ആണെന്നുള്ള കാര്യം എന്ത് കിട്ടും? മനസ്സിൽ കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് എക്സാം മെത്തേഡാണ്. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമുക്ക് ആദ്യം എക്സാം ഇതൊന്നും അറിയാത്ത ഒരാൾ, എഴുതുന്ന ഒരാൾ ചെയ്യുന്ന പറയാം. 24 January മുതൽ 2012 ആണ്. അവിടെ ഫെബ്രുവരിയിൽ എത്ര ദിവസങ്ങളുണ്ടായിരിക്കും? അപ്പോൾ ഇവിടെ 366 ദിവസമുണ്ട്. ഫെബ്രുവരിയിൽ 29 ദിവസമുണ്ട്. അതുകൊണ്ട് 365 നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, 366. അതുകൊണ്ടാണ് അപ്രോക്സിമേറ്റഡ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ 80, 723, 90, 88, 85 അത്യാവശ്യം ദൂരമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ 365 തന്നെ എടുത്താൽ മതി. അതാണ് ഫസ്റ്റ് ഇത് കാണുമ്പോൾ നമ്മളുടെ മനസ്സിൽ വരേണ്ട ഇംപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 24 January മുതൽ 31 January വരെ 7 ദിവസമുണ്ട്.
ഫെബ്രുവരിയിൽ 29 ദിവസമുണ്ട്, മാർച്ച് 31 ദിവസം, ഏപ്രിൽ 30 ദിവസം, മെയ് 31 ദിവസം, ജൂണിൽ 18 ദിവസം. ഇങ്ങനെ കൂട്ടുന്ന സമയത്ത് 16, 17, 18, 26, 2, 4, 7, 10, 13, 14, 146. നമ്മൾ പറഞ്ഞ പോലെ 146 വന്നു. ഇനി അപ്രോക്സിമേറ്റഡ് എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് രീതി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ബേസിക് മെത്തേഡിൽ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 78,000 രൂപ അപ്രോക്സിമേറ്റ് ആയതുകൊണ്ട് 78, 13 മൾട്ടിപ്പിൾ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. 78,000 രൂപ എത്ര പെർസെൻറ്റേജ്? 83/4%. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുക, നോർമൽ ഫ്രാക്ഷനിലാക്കുക. 8, 4, 32, 3, 35/4/100 പെർസെൻറ്റേജ്, ഇത്രയും പെർസെൻറ്റേജ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ്, PRT. ഇയേഴ്സിന് നമുക്ക് 146/366 എന്നൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇത് അറിയാത്തവരാണ്, ഈ കൺസെപ്റ്റ് അറിയാത്തവരാണ്. ഈ കൺസെപ്റ്റ് അറിയാവുന്നവർ ഇങ്ങനെ ചെയ്യും. എന്നിട്ട് ഇത് കാൽക്കുലേഷൻ ചെയ്ത് വെട്ടി ഇരിക്കുന്നവരുണ്ട്. നമുക്ക് എന്ത് വേണ്ട, 366 എടുക്കണം, 365 എടുത്താൽ മതി. 365 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് 73 2 73 5 ആണ്. ഇവിടെയാണ് കൺസെപ്റ്റിൻ്റെ വ്യത്യാസമുള്ളത്. ഇതും ക്യാൻസലായി. ഈ 2 ഇവിടെ 2 വന്നു, 2, 5, 10 ആണ്. ഇതും പോയി. 35 × 78 നമുക്ക് ആൻസർ വരും. 35 × 78 നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 35നെ എനിക്ക് 70/2 എന്ന് എഴുതാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ 35നെ 70/2 എന്ന് എഴുതുന്നത് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നി. ഇപ്പോൾ 70/2 എഴുതി കഴിഞ്ഞാൽ ഇവിടെ 39 × 70 കണ്ടുപിടിച്ചാൽ മതി. ഒരു 0 വന്നു. 7, 9, 63. ഒരിക്കലും ഇത് അപ്രോക്സിമേറ്റർ ആണ്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. 7, 9, 63 6, 7, 3, 21, 6, 27. അപ്പോൾ 2,730 രൂപയാണ് എന്ത് വന്നത്. ഇത് ഇൻട്രസ്റ്റ് ആണ്. ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത് അതല്ല. 2,730 രൂപ നമുക്ക് എന്ത് വന്നു, അപ്രോക്സിമേറ്റർ. കാര്യം എന്തുകൊണ്ട് അപ്രോക്സിമേറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ 366 വരേണ്ടത്. അപ്പോൾ ഡിനോമിനേറ്റർ എന്ത് ചെയ്തു, വാല്യൂ കുറഞ്ഞു. അതായത് ഇത് കുറച്ച് കൂടുതലായിരിക്കും. ഡിനോമിനേറ്റർ കുറയുന്നു, നമുക്ക് ഒറിജിനലിനേക്കായും വേണ്ടതിനേക്കായും കുറഞ്ഞു. ഡിനോമിനേറ്റർ കുറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ന്യൂമറേറ്റർ ചെറുതായിട്ട് കൂടും. അപ്പോൾ ജസ്റ്റ് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് എന്തായാലും 2,730 കൂട്ടിക്കഴിഞ്ഞാൽ 78,000 കൂടെ 2,730 കൂട്ടിക്കഴിഞ്ഞാൽ 80,730. 80,730. 80,730 ജസ്റ്റ് കുറവായിരിക്കും ആൻസർ. കാര്യം ഇത് കൂടി നിൽക്കുവാണ്. നമുക്ക് 366 വരണ്ടേ, ഇത് ഡിനോമിനേറ്റർ കുറച്ചുകൂടി കൂടുതലാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇതിൽ കുറവായിരിക്കും. അപ്പോൾ 8,730 ജസ്റ്റ് കുറവുള്ള ഓപ്ഷൻ ഇതുണ്ട്, ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനെ അപ്രോക്സിമേഷൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. പക്ഷേ ഇത് 366 ചെയ്യുന്നവരെന്ത് ചെയ്യും, ഇവിടെ വെട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഇത്രയും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് നന്നായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ, നിങ്ങളെ അത് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ബേസിക് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അങ്ങനെ തന്നെ പഠിക്കണം. അതാണ് നമ്മുടെ ക്ലാസ്സുകളിലെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിൽ കടന്നു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ വീണ്ടും എന്നിട്ടാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ 78,000 രൂപയുണ്ട്, നമ്മൾ ഇത്രയും റേറ്റ് ഉണ്ട് ജനുവരി മുതൽ ജൂൺ വരെ. അപ്പോൾ നോക്കുമ്പോൾ 3 മാസത്തിനകത്താണെങ്കിൽ നമുക്ക് 73 ദിവസം, 6 മാസത്തിനകത്താണെങ്കിൽ നമ്മുടെ 146 ദിവസം. അപ്പോൾ 6 മാസത്തിനിടയ്ക്കാണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ 140 2/5 ആണ്. ഇതിനെ നമ്മൾ ചെയ്തു 32 35/400 വന്നു. 78,000 ആണ്. ഇപ്പോൾ 78, 2 0 0 വെട്ടിപ്പോയി. ഇവിടെ 2 1 0 വെട്ടിപ്പോയി. അപ്പോൾ 78 × 35 ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എങ്ങനെയും കാൽക്കുലേഷൻ ചെയ്യാം. 70/2 ചെയ്യുന്നു. അപ്പോൾ 39 × 7 വരുന്നു. 210, 63, 273. 2,730 നമുക്ക് ഇൻട്രസ്റ്റ് വരുമെന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ കൂടെ 2,700 കൂട്ടുമ്പോൾ 80,700 അടുത്ത് വരുന്ന ഓപ്ഷൻ, 80,700 അടുത്ത് വരുന്ന ഓപ്ഷൻ ഇതുണ്ട്, ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്ര എഴുതിയും ഈ ക്വസ്റ്റ്യൻ ചെയ്യാം, ഇത്ര മാത്രം എഴുതിയും ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. അത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ആദ്യമായിട്ട് കാണുന്നവർക്ക് നല്ല പ്രയാസമായിരിക്കും. അതുകൊണ്ട് പ്രാക്ടീസ് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ആ വർഷത്തിനെയും ദിവസത്തിനെയും ചേഞ്ച് ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇതൊന്ന് ചെയ്തേ, സ്വന്തമായിട്ടൊന്ന് ചെയ്യാൻ പറ്റുമോ നോക്കേ. യെസ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. ചെയ്ത് നോക്കേ. ഇവിടെ നോക്കാം. എ മാൻ ഇൻവെസ്റ്റ് ടോട്ടൽ സം ഓഫ് 10,000 ഇൻ എ കമ്പനി. എ പാർട്ട് ഓഫ് ദ സം വാസ് ഇൻവെസ്റ്റഡ് 10% സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനം, റിമൈനിങ് പാർട്ട് അറ്റ് 15% സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനം. ടോട്ടൽ ഇൻട്രസ്റ്റ് അക്രൂഡ് ഇൻ 2 years ഈസ് ഇത്രയും. ദ സം ഇൻവെസ്റ്റഡ് അറ്റ് 15%. ഇത് അലിഗേഷൻ എന്ന് പറയുന്ന അടിപൊളി മെത്തേഡിൽ നമുക്ക് ചെയ്യാം.
അപ്പോൾ അലിഗേഷൻ്റെ നിങ്ങൾ എവിടെയും കിട്ടാത്ത 3 ക്ലാസ്സസ് നമ്മുടെ ദിശ ചാനലിലുണ്ട്, യൂട്യൂബ് ചാനലിലുണ്ട്. നിങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതെന്ത് ചെയ്യുക, കാണുക. മസ്റ്റായിട്ടും CGL 2023 വേണ്ടി ചെയ്തതാണ്. അത് എവർഗ്രീൻ ആണ്. ഏത് എക്സാമിനും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ആ മിക്സർ ആൻഡ് അലിഗേഷൻ കംപ്ലീറ്റ് 3 ക്ലാസ് കാണുക. അപ്പോൾ അത് കണ്ടവരാണെങ്കിൽ ഇത് ഓൾറെഡി ചെയ്ത് കാണും. അപ്പോൾ നമ്മൾ പുതിയ ആൾക്കാർ കുറേ കാണും, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ 10,000 രൂപ മൊത്തത്തിലും ഞാൻ എന്ത് ചെയ്യുകയാണ്, 10% ഇൻട്രസ്റ്റിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര രൂപ കിട്ടിയാനെ? 100 രൂപ. ഇതിൻ്റെ 10% 1000 രൂപ കിട്ടിയാണ്. ഇനി ഇത്രയും രൂപ മൊത്തത്തിൽ ഞാൻ 15% വിട്ടെങ്കിലും, ഇത് 10%-ന്റെ കേസ്, ഇത് 15%. ഇത്രയും രൂപ മൊത്തത്തിൽ ഞാൻ 15% വിട്ടെങ്കിൽ എനിക്ക് 1500 രൂപ കിട്ടിയാണ്. ഇതിൻ്റെ 15%, 1500 രൂപ കിട്ടിയാണ്. 10% ഇതും, 5% 1000ന്റെ പകുതി 500. പക്ഷേ നമുക്ക് എന്താ 2 ഇയേഴ്സ്, ഇത് ഒരു വർഷത്തെ കേസ്. 2 വർഷം 2400 ആണ് എന്ത് കിട്ടിയത്, അവിടെ ടോട്ടൽ ഇൻട്രസ്റ്റ് കിട്ടിയത്. 1 വർഷം ആകുമ്പോൾ എത്ര കിട്ടിയാണ്? 1200 കിട്ടിയാണ്. റേഷ്യോ എടുക്കുക, ഇത് 300 വരും, ഇത് 200 വരും. 3:2 എന്ന് വരും. 300 200 അതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ 3:2 വരും. അപ്പോൾ അത് അലിഗേഷൻ ജസ്റ്റ് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അലിഗേഷൻ കാണുക. ഇവിടെ കിട്ടുന്ന എന്തിൻ്റെ റേഷ്യോ ആയിരിക്കും? നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ റേഷ്യോ ആയിരിക്കും. അലിഗേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പ്രിൻസിപ്പളിൻ്റെ റേഷ്യോ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് 10% കിട്ടുന്നത് 3 യൂണിറ്റ് ആണെങ്കിൽ 15% കിട്ടുന്നത് 2 യൂണിറ്റ് ആണ്. ഇത് ആ ഒരു അലിഗേഷൻ മസ്റ്റായിട്ട് കാണണം കേട്ടോ. ഇത് പ്രാക്ടീസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. പ്രാക്ടീസ് ബാച്ചാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ 3:2 ആണ് റേഷ്യോ. അതായത് 10% ഇൻട്രസ്റ്റ് ഇട്ട എമൗണ്ട് 3 യൂണിറ്റ് ആണെങ്കിൽ 15% ഇട്ട എത്രയാണ്? 2 യൂണിറ്റ് ആണ്. അപ്പോൾ 3ഉം 2ഉം 5 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത്. എത്ര? 10,000 രൂപ. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2000 ആണ്. ചോദിച്ചിരിക്കുന്നത് സം ഇൻവെസ്റ്റഡ് അറ്റ് 15%. 15% എന്ന് പറഞ്ഞാൽ 2 യൂണിറ്റ് ആണ്. 1 യൂണിറ്റ് 2000 ആണെങ്കിൽ 2 യൂണിറ്റ് എത്രയാണ്? 4000 രൂപ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പെയിൻ എടുക്കാതെ വളരെ ഈസി ആയിട്ട് ചെയ്യാം. 10% വെച്ച് 1000, ഇവിടെ 1500, 1200. നമ്മൾ എന്ത് ചെയ്താൽ 2 0 വിട്ട് എഴുതിയാൽ മതി. 10, 15, 12 വരും. റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:2 വരും. 5ന്റെ വാല്യൂ 16 ആണെങ്കിൽ 2ന്റെ വാല്യൂ എത്രയാണ്? 4000. എഴുതി തന്നെ ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ടും ചെയ്യാം. അലിഗേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ഒന്നാമത്തെ ക്ലാസ് കാണുമ്പോൾ തന്നെ എങ്ങനെയാണ് അലിഗേഷൻ ചെയ്യുന്നത് എന്നുള്ള ഒരു ഐഡിയ കിട്ടും. ഇവിടെ നമ്മൾ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആണ് നമുക്കിവിടെ എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. ഇൻട്രസ്റ്റ് കണക്കാക്കുവാണെങ്കിൽ റേഷ്യോ കിട്ടുന്നത് എന്തിൻ്റെ ആയിരിക്കും? പ്രിൻസിപ്പളിൻ്റെ ആയിരിക്കും. ഡിനോമിനേറ്ററിൻ്റെ റേഷ്യോ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യും. ഓക്കെ, ഒരാൾ 23,000 രൂപ ബിക്ക് കൊടുക്കുന്നു ഫോർ 3 years ആൻഡ് 19,000 ടു സി ഫോർ 4 years ഓൺ സിമിലർ ഇൻട്രസ്റ്റ് അറ്റ് ദ സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് റിസീവ് 3,625 ഇൻ ഓൾ ഫോം ഫ്രം ബോത്ത് ഫ്രം ഇൻട്രസ്റ്റ്. വാട്ട് ഇസ് ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? അപ്പോൾ 23,000 രൂപ 3 വർഷത്തേക്ക്, 19,000 രൂപ 4 വർഷത്തേക്ക് സെയിം റേറ്റ് ആണ്. നമുക്ക് ആ റേറ്റ് ആണ് വേണ്ടത്. എത്ര വർഷത്തേക്കാണ്? 3ഉം 4ഉം. നമുക്ക് ഓപ്ഷനിൽ നിന്ന് ചെയ്ത് നോക്കാം. ഓപ്ഷനിൽ നിന്ന് ഏറ്റവും എളുപ്പമുള്ള ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 4 എടുക്കാം. 4 എടുക്കുമ്പോൾ ഫസ്റ്റ് ഇനി എത്ര കിട്ടും? 3 വർഷം 4% വെച്ച് 12%. ഇതിൻ്റെ 12% എന്ന് പറഞ്ഞാൽ 10% 2,300, 1% 230, 2% 460. അപ്പോൾ 2,760 കിട്ടും ഫസ്റ്റ് കേസിൽ തന്നെ. ഇവിടെ 4 വർഷത്തേക്കാകുമ്പോൾ ഇതിൻ്റെ 16%. 16% എന്ന് പറഞ്ഞാൽ എന്തായാലും 2,000 കൂടുതൽ കിട്ടും. ഒരിക്കലും നമുക്ക് ടോട്ടൽ എത്രയേ ഉള്ളൂ? 3,600 ഉള്ളൂ. അപ്പോൾ എന്തായാലും 4 4 കുറവാണ് ആൻസർ. 3 എടുക്കുന്ന സമയത്ത് 3 3 9, ഇതിനകത്ത് 9%, ഏകദേശം 2,230ൻ്റെ 9. ഇപ്പോൾ 2,300-ൽ 230 കുറയ്ക്കാം. ഇപ്പോൾ 2,100 സംതിങ് ആണ്. ഇവിടെ 4%, 4 3 12, ഇതിൻ്റെ 12% എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരും? ഏകദേശം 2,000 വരും. അപ്പോൾ 3% അല്ല, 3%-ൽ കുറവാണ് ആൻസർ. അപ്പോൾ ഇതാണ് ഓപ്ഷൻ വഴി. നമ്മുടെ ഇത് എന്ത് ചെയ്യാനേ പറ്റൂ? ഇത് കാൽക്കുലേഷൻ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഒരു കാര്യം പറയാം, ഞാനിത് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും തുടക്കം വന്ന് നിൽക്കുന്നവർക്ക് വേണ്ടിയല്ല. അത് മനസ്സിലാക്കുക. തുടക്കം വന്ന് നിൽക്കുന്നവർ ബേസ് ആയിട്ട് പഠിച്ചേ പറ്റൂ. ബേസ് ലെവലിൽ നിന്ന് പഠിച്ചേ പറ്റൂ. ഏതെങ്കിലും ക്ലാസ് എടുത്ത് നന്നായിട്ട് പഠിച്ചേ പറ്റൂ. ആ ലെവലിൽ കോമ്പറ്റീഷൻ ഉണ്ട്. ആ ലെവലിൽ കോമ്പറ്റീഷൻ ഉണ്ട്. ഞാൻ പറയുന്നത് സീരിയസ് ആയിട്ടാണ്. ഇത് നിങ്ങൾക്ക് പഠിച്ചവർക്ക്, എൻ്റെ ക്ലാസ്സിൽ പഠിച്ചവർക്ക്, ദിശയിൽ പഠിച്ചവർക്ക്, ഓഫ്ലൈനിൽ പഠിച്ചവർക്ക്, ഓൺലൈനായിട്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, അവർക്കെല്ലാം ഉള്ളൊരു എന്താ പറയുക, ഒരു ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള കാര്യമാണ്. എങ്ങനെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഒരിക്കലും ബേസിക് ആയിട്ടുള്ള പഠിത്തത്തിൻ്റെ ഇടയ്ക്ക് ബേസിക് ആയിട്ടുള്ള കാര്യം പഠിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യരുത്. അങ്ങനെയല്ല. പഠിക്കുന്ന സമയത്ത് എല്ലാ രീതിയിലും എന്ത് ചെയ്യുക, പഠിക്കുക. എങ്കിലേ നിങ്ങളുടെ മാത്സ് ഡെവലപ്പ് ആവും, ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വരത്തുള്ളൂ പഠിക്കാൻ വേണ്ടി. ഇവിടെ 2.5% നമ്മൾ എടുക്കുന്നു. 2 എടുക്കുമ്പോൾ 2.5% വെച്ച് 3 വർഷം 7.5%. അപ്പോൾ ഇതിൻ്റെ 7.5% എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ 7.5% വേണ്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ 15% പകുതി കണ്ടുപിടിച്ചത്. അതൊക്കെ എന്താണ്? ഐഡിയ ആണ്. 15% പകുതി കണ്ടുപിടിച്ചത്. അല്ലെങ്കിൽ 7.5% കണ്ടുപിടിക്കുക. 1% 230 ഇത് ഇൻറ്റു 7 ചെയ്യാം. 230 × 7 ചെയ്യുമ്പോൾ ഏകദേശം 1,600 വരും അല്ലേ? 1,600 നമ്മൾ നോക്കിയാൽ മതി. ഏകദേശം നോക്കിയാൽ മതി. 1,600. അല്ലെങ്കിൽ ഒരു കിടിലം ഐഡിയ ഉണ്ട്. കിടിലം ഐഡിയ എന്ന് പറഞ്ഞാൽ കിടിലം ഐഡിയ ആണ്. ഞാൻ എന്ത് ചെയ്തു? 1.5 2.5 നമുക്ക് നോക്കേണ്ടത്. പിന്നെ ഇടയ്ക്കുള്ള 2% നമുക്കൊന്ന് ചെക്ക് ചെയ്യാം.
2% ചോദിക്കുമ്പോൾ എന്ത് 2% ആയിരുന്നു ഓപ്ഷൻ എങ്കിൽ നമുക്ക് എന്ത് കിട്ടിയാൽ 1.5 വരെ 2 അല്ലെങ്കിൽ 2.5 വരെ 2 നമുക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ 2% വെച്ച് 3 വർഷത്തേക്കാണെങ്കിൽ കാൽക്കുലേഷൻ എളുപ്പത്തിനാണ്. 6%, ഇതിൻ്റെ 6% എന്ന് പറഞ്ഞാൽ 230 ഗുണം 6, 138, 1380 വരും. 4 വർഷത്തേക്ക് 2% 8%, ഇതിൻ്റെ 8% പറഞ്ഞാൽ 19, 8, 152, 152, 0, 1520 വരും. ഇപ്പോൾ എത്ര വരും? ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 2900 വരത്തുള്ളൂ. അതായത് നമുക്ക് വേണ്ടുന്നതിനേക്കാളും കുറവേ വരത്തുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ആൻസർ 2% കൂടുതലാണ്, എന്നാൽ 3 എത്തത്തില്ല. 2ൽ കൂടുതലാണ്, എന്നാൽ 3 എത്തില്ല. അങ്ങനെയുള്ള ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്, ഓപ്ഷൻ സി. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് ഒരുപാട് പേർക്ക്, ബിഗിനർ ആയിട്ടുള്ളവർക്ക്, ഞാൻ പഠിച്ചവരുടെ കാര്യമല്ല പറയുന്നത്, ബിഗിനർ ആയിട്ടുള്ളവർക്ക് എന്തായിരിക്കും പ്രശ്നമായിരിക്കും. ഇതെന്താണിത്, ഓപ്ഷനിൽ നിന്നെടുത്ത് ഇങ്ങനെയൊക്കെ കാൽക്കുലേഷൻ ചെയ്യാൻ ഒരാൾക്ക് പറ്റുമോ, ഒരാളെ കൊണ്ട് പറ്റുമോ, അങ്ങനെ ചിന്തിക്കുന്നവർ കാണും. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയാണ് സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് എന്ന് പറയുന്നത്. അത് ഡെയിലി എഴുതിയാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഡീറ്റെയിൽ വഴി ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഇത് ഇങ്ങനെ അറിയാതെ, ഇങ്ങനെ ഒരു വഴി ഉണ്ട് എന്നറിയാതെ നിങ്ങൾ അത് മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തല്ല, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്, അതായത് CGL അപേക്ഷിച്ച് നോക്കുമ്പോൾ അതൊരു നല്ല കാര്യമല്ല. ഇങ്ങനെ പഠിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ വഴി എന്ന് പറഞ്ഞാൽ റേറ്റ് 6% ഞാൻ എടുത്തു. 3 വർഷത്തേക്ക് ഇതിൻ്റെ 3R% കിട്ടും അല്ലേ? 3 വർഷത്തേക്ക് ഒരു വർഷം 6 വെച്ച് 3R% കിട്ടും. 1% 230 അറിയാം. അപ്പോൾ 230 × 3R ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3.6% കിട്ടും. 1% ഇതാണെങ്കിൽ 3R% വേണം. 3% കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 690 6 കിട്ടും. ഇനി 4 വർഷത്തേക്ക് 6% ആണെങ്കിൽ 4R%. പിന്നെ 4% എന്ന് പറഞ്ഞാൽ 19, 4, 70, 76, 760 760. അപ്പോൾ 760 6 ആയിരിക്കും അവിടെ കിട്ടുന്നത്. 2 കൂടുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 50, 1450 6 കിട്ടും. അപ്പോൾ 1450 6 3625. ഇതാണ് ടോട്ടൽ ഇൻട്രസ്റ്റ്. ഇതിൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 3625. നമുക്ക് 6ൻ്റെ വാല്യൂ വേണം. ഇത് 3625 ഡിവൈഡ് ബൈ 1450 2 വട്ടം പോവും. ഇതൊക്കെ കാൽക്കുലേഷൻ ആണ്. 1450 × 2 2900 2 പോയിന്റ് സംതിങ് വരത്തുള്ളൂ. അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ സി. അങ്ങനെയും ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടമാണ് കാൽക്കുലേഷൻ ഏത് വേണമെങ്കിലും. അപ്പം ഞാനിത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നല്ല പറഞ്ഞത്, നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇങ്ങനെ ട്രൈ ചെയ്ത് ഓപ്ഷനൊക്കെ കണ്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടത്. 2.5% ആയിരിക്കും ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു കാർ വിത്ത് എ പ്രൈസ് ഓഫ് ഇത്രയും 6 ലക്ഷം രൂപ ഈസ് ബോട്ട് ബൈ മേക്കിംഗ് സം ഡൗൺ പേയ്മെൻറ്റ്. കുറച്ച് പൈസ കൊടുത്തു. ആ ബാലൻസിൽ എ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓഫ് 10% ചാർജ് ഇന്ന ലെംസം. അതായത് ടോട്ടലായിട്ടാണ് ചാർജ് ചെയ്യുന്നത് കേട്ടോ. ഇന്ന ലെംസം, അതായത് ടോട്ടൽ എത്ര ബാക്കിയുണ്ടോ അതിനകത്ത് 10% ഇൻട്രസ്റ്റ് ഉണ്ട്. ആൻഡ് ദ മണി ഈസ് ടു ബി പെയ്ഡ് ഇൻ 20 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് റുപ്പീസ് 25,000. ഹൗ മച്ച് ഈസ് എ ഡൗൺ പേയ്മെൻറ്റ്? എത്ര രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു? അപ്പോൾ ഇത് നോർമൽ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നവർ എന്ത് ചെയ്തു? ഈ ക്വസ്റ്റ്യൻ പോയി. 20 ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ഒന്നും നടക്കുന്ന കേസല്ല. ഇവിടെ അതുകൊണ്ടാണ് ഈ ഒരു വേർഡ് എന്ത് ചെയ്തത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നത്. ലംസമ്മിലാണ് എന്ത് ചെയ്യുന്നത്? അടുത്ത 10% ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 6,50,000 രൂപയുടെ സാധനത്തിനകത്ത് എത്ര രൂപ നമ്മൾ അടച്ചു? 6,50,000 ഞാൻ 6.5 കൊടുക്കുകയാണ്. 6.5 ലക്ഷം കൊടുക്കുകയാണ്. ലക്ഷത്തെ ലക്ഷമാക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? 5 സ്ഥാനം മാറ്റി പോയില്ല. അപ്പോൾ 6.5 ലക്ഷത്തിൽ നിന്നും ഞാൻ എത്രയോ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് 25,000 വെച്ച് 20 മാസം. 25,000 വെച്ച് 20 മാസം എന്ന് പറഞ്ഞാൽ എത്രയാണ്? എത്ര രൂപ അടച്ചു കാണും അവൻ? 20 മാസം 25,000 വെച്ച് 20 ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റാണ്. 25,000 വെച്ച് 20 മാസം എന്ന് പറഞ്ഞാൽ 2 മാസമാണെങ്കിൽ 50,000. 50,000 × 10 5 ലക്ഷം രൂപ അടച്ചു കാണും. അപ്പോൾ 5 ലക്ഷം അടച്ചു. പക്ഷേ ഈ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഇൻട്രസ്റ്റ് ആണ്. ടോട്ടൽ ബാക്കിയുള്ള എത്രയാണോ പൈസ അതിനകത്ത് 10% ഇൻട്രസ്റ്റ്. ഒരു സാധനത്തിൽ 10% ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം 1/10 ആണ്. 10 ആണെങ്കിൽ 11 ആയിരിക്കും എന്ത് ചെയ്യുന്നത്? കൊടുക്കേണ്ടത്. അപ്പോൾ കൊടുത്ത പൈസയിൽ ഈ 5 ലക്ഷം എന്ന് പറയുന്നത്, അതായത് 10% ഒരു സ്ഥലത്ത് ഇൻട്രസ്റ്റ് വരുന്നു എന്ന് പറഞ്ഞാൽ 10 ആണ് വാങ്ങിയിൽ, ഞാൻ 10 രൂപ കടം വാങ്ങിയിൽ ഞാൻ എത്ര കൊടുക്കണം? 1 രൂപ ഇൻട്രസ്റ്റ് കൊടുത്ത് 11 രൂപ കൊടുക്കണം. അപ്പോൾ 11 രൂപ കൊടുത്ത പൈസയാണ് ഇവിടെ തന്നിട്ടുള്ളത് 5 ലക്ഷം. അപ്പോൾ ഇവിടെ നമ്മുടെ 11ന്റെ വാല്യൂ ആണ് 5 ലക്ഷം. നമ്മൾ 10ന്റെ വാല്യൂ കണ്ടുപിടിച്ച് എന്ത് കിട്ടും? നമുക്ക് ആ ഒരു എത്രയാണ് നമുക്ക് കൊടുക്കേണ്ടിയിരുന്നത്, ബാക്കി കൊടുക്കേണ്ടിയിരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവും. അല്ലെങ്കിൽ എത്രയാണ് ഇത് അടച്ചതിന് ശേഷം ബാക്കിയുള്ളത് എന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എത്രയോ ഒരു പൈസ അടച്ചു, അത് നമുക്ക് അറിഞ്ഞൂടാ. ആ ഡൗൺ പേയ്മെന്റ് അറിഞ്ഞൂടാ. അതിനുശേഷം ബാക്കിയുള്ളതിലാണ് എന്ത് ചെയ്തത്? ആ മൊത്തത്തിലാണ് എന്ത് ചെയ്യുന്നത്? 10% ഇൻട്രസ്റ്റ് വന്നത്. അപ്പോൾ ഇതിനെ ബൈ 11 × 10 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 50,000 11 4 വട്ടം, ബാക്കി 6 60,000 11 5 വട്ടം, ബാക്കി 5 50,000 11 4 വട്ടം, ബാക്കി 6 60,000 11 5 വട്ടം. അപ്പോൾ ഇതേ × 10/11. അപ്പോൾ ഇതിൻ്റെ 5 ലക്ഷത്തിനേക്കാളും കുറവായിരിക്കും ആൻസർ. അപ്പോൾ 4,54,000 4 5 4 5 ഇങ്ങനെ 4 അങ്ങനെ പോകും. 4 5 എന്തായാലും ജസ്റ്റ് 5 ലക്ഷത്തിന് ജസ്റ്റ് കുറവായിരിക്കും.
അതേ ഉള്ളൂ. അപ്പോൾ 4,00,000 നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, 4,54,545. ഇവിടെ വരുന്നത് 4,54,545 രൂപ. ഇവിടെ 6.5 ലാക്കാണ്. അപ്പോൾ 6.5 ലക്ഷത്തിൽ നിന്നും എന്ത് ചെയ്യണം? എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 6 ലക്ഷം മൈനസ് 4 ലക്ഷം. അപ്പോൾ പക്ഷേ 2 ഓപ്ഷനകത്ത് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാം. 6,50,000 മൈനസ് 4,54,545. സിമ്പിളാണ്, നോക്കണം. അപ്പോൾ 54,000 ആയിരുന്നെങ്കിലോ, അല്ലെങ്കിൽ 55,000 ആയിരുന്നു. 4,50,50,000 ആയിരുന്നു. പക്ഷേ ഇവിടെ ഇവന്മാർ രണ്ടുമാണ് പ്രശ്നം. അപ്പോൾ 4,50,50,000 കുറച്ച് എത്ര കിട്ടും? രണ്ട് പ്രശ്നമാണ്. അപ്പോൾ കുറയ്ക്കാം 0-ൽ നിന്ന്. ഓക്കെ, ചെയ്തോ. 0-5/5, 9-4/5, 9-ൽ 5/4, 9-4/5, 14-5/9, 5-4/1, 1-9-5-4-5-5, 1-9-5-4-5-5. എവിടെ കിടക്കുന്നതാ? ഓപ്ഷൻ ബി. അപ്പോൾ 1,95,455 രൂപ എന്ത് ചെയ്യണം? ഡൗൺ പേയ്മെന്റ്. അപ്പൊ ഇത് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല, പക്ഷേ പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. കൺസെപ്റ്റാണ്. ഇത് ഇൻസ്റ്റാൾമെന്റിന്റെ കൺസെപ്റ്റ് അല്ല, പക്ഷെ ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അതായത് നമ്മൾ ഇത്രയും രൂപ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് എത്രയോ രൂപ എന്ത് ചെയ്യുന്നു? ഡൗൺ പേയ്മെന്റ് കൊടുത്തു. നമുക്കറിയില്ല. അങ്ങനെ കൊടുത്തപ്പോൾ ഒരു പൈസ വന്നു. ആ പൈസയിൽ മൊത്തത്തിലാണ് എന്ത് ചെയ്തത്? 10% ഇൻട്രസ്റ്റ് വന്നത്. അങ്ങനെയാണ് അയാൾക്ക് സത്യത്തിൽ അയാൾക്ക് 4,54,545 രൂപ അടച്ചാൽ മതിയായിരുന്നു. പക്ഷെ അയാൾക്ക് ആ 10% ഇൻട്രസ്റ്റ് വന്നുകൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? 5 ലക്ഷം രൂപ അടക്കേണ്ടി വന്നു. 20 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് 25,000 വെച്ച് 5 ലക്ഷം രൂപ അടക്കേണ്ടി വന്നു. അപ്പൊ നമ്മൾ ആ 5 ലക്ഷത്തിൽ നിന്ന് എന്ത് കണ്ടുപിടിച്ചു? നമ്മൾ ആ ഒരു എത്രയായിരുന്നു? 5 ലക്ഷമാണ് 20% ഇൻട്രസ്റ്റിൽ, 10% ഇൻട്രസ്റ്റിൽ അടക്കേണ്ട പൈസ. 5 ലക്ഷം ആണെങ്കിൽ ഇനിഷ്യലി എത്ര പൈസ വേണമായിരുന്നു എന്ന് കണ്ടുപിടിച്ചു. അതിന്റെ വാല്യൂവാണ് 457,545. ഇനി എന്ത് ചെയ്തു? നമ്മൾ 6 ലക്ഷത്തിൽ നിന്ന് എന്ത് ചെയ്തു? ആ ഒരു ബാക്കി ഉണ്ടായിരുന്ന പൈസ കുറച്ച് കഴിഞ്ഞാൽ എത്ര രൂപയാണ് ഡൗൺ പേയ്മെന്റ് ആയിട്ട് അടച്ചത് എന്ന് മനസ്സിലാവും. അപ്പൊ എന്ത് ചെയ്തു? നമ്മൾ അതിന്റെ കാൽക്കുലേഷൻ ചെയ്ത് അപ്രോക്സിമേറ്റഡ് എടുക്കായിരുന്നു. 2 ലക്ഷത്തിനടുത്ത് വരുമെന്ന് അറിയായിരുന്നു. പക്ഷെ ഇവിടെ ഈ ഓപ്ഷൻ സി ഉണ്ടായതുകൊണ്ട് എന്ത് ചെയ്തു? നമ്മുടെ കാൽക്കുലേഷൻ 455 കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അത് ഫുള്ള് കണ്ടുപിടിക്കുക. ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. CGL ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇനിയും ഇത് റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. യെസ്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് തരാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. യെസ്. ഇനി ക്വസ്റ്റ്യൻസ് ഇതേപോലെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. ഇത്രയൊന്നും ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളെ ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. പ്ലേലിസ്റ്റ് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കോമ്പൗണ്ട് ടെസ്റ്റ് ഉണ്ട്. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ ചാപ്റ്റേഴ്സും നിങ്ങൾ എക്സാം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ ഒരു സീരീസിന്റെ പേരിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അത് നിങ്ങളുടെ പ്രാക്ടീസിനെ ഇംപ്രൂവ് ചെയ്യും. അല്ലാതെ പഠിക്കണമെന്നുള്ളവർക്ക്, ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണമെന്നുള്ളവർക്ക് ക്ലാസ് എടുത്ത് പഠിക്കുകയും ചെയ്യാം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ചാനൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റ് ക്ലാസ് എങ്ങനെ ഉണ്ട്, യൂസ്ഫുൾ ആണെങ്കിൽ കമൻ്റ് ആയിട്ട് തന്നെ പറയാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.